മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പോൾ നമ്മളെ നാടുകളിലെ എല്ലാ പള്ളികളും ഇപ്പോൾ ഒന്നുകൂടി ഉഷാറാക്കിയല്ലോ. ഒക്കെ ഉഷാറായി പള്ളിയെല്ലാം. ഇപ്പോൾ ഫുള്ള് എയർ കണ്ടീഷനാണ്, ഒക്കെ ശീതീകരിച്ചു. ഇപ്പോൾ ശീതീകരിക്കുമ്പോൾ തന്നെ ഡോറും ജനലും കംപ്ലീറ്റ് അടച്ചിടണമല്ലോ. ചില പള്ളിയിലൊക്കെ പിന്നെ ഒന്നാം സഫിന് തിരക്കാണ് ഇപ്പോൾ. അതെ അതെ, ഈ എ സിയിലെത്താൻ വേണ്ടിയിട്ട്, എ സിൻ്റെ തണുപ്പിന് വേണ്ടിയിട്ട്. കാരണം ഇപ്പം നല്ല ചൂടാണല്ലോ. അപ്പോൾ ചില പള്ളികളൊക്കെ ചെറുതായിരിക്കും, വഖഫ് ചെയ്തപ്പെട്ട സ്ഥലം ചെറുതായിരിക്കും, എ സി അവിടെ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇത് പിന്നെ ജനങ്ങളൊക്കെ പുറത്തായിരിക്കും ഉണ്ടാവുക. അപ്പോൾ വാതിൽ ബന്ധാക്കിയിട്ടുണ്ടാവും. എ സി അവിടെ ഉള്ളിൽ നിൽക്കണമെങ്കിൽ ഇത് പിന്നെ ഡോറ് എന്താക്കണം, ക്ലോസ് ചെയ്യണം. ക്ലോസ് ചെയ്ത് ശരിക്കും കുറ്റിയിട്ടുണ്ടാവും. അപ്പം അത് പുറത്ത് നിൽക്കുന്ന ആളുകളെ, അപ്പോൾ ഈ ജമാഅത്തിനുള്ള തുടർച്ച നഷ്ടപ്പെടുന്ന ഫിഖിലൊക്കെ ചില ചർച്ചകളുണ്ടല്ലോ. ഇതൊരു പ്രധാന വിഷയമാണിത്. എ സി ഇപ്പം എന്ന് പറഞ്ഞാൽ വ്യാപിച്ചു പോയി. എ സി കൊണ്ടുണ്ടായ പല മുസീബത്തും തന്നെ ഉണ്ട്. അത് ചെറിയ പള്ളിയിലും വലിയ പള്ളിയിലൊക്കെ എ സി വന്നു. ഇപ്പോൾ തറാവീനൊക്കെ ചിലയിടത്ത് എന്താ വെച്ചാൽ എ സി ഇട്ട് തണുപ്പാകുമ്പോഴത്തേനും തറാവീ തീരെയാണ്. തറാവീ സ്പീഡാണ് എ സി തണുത്ത് വരുന്നുള്ളൂ. അതിന് ബഹളം ഉണ്ടായി. മഗ്‌രിബ് മുതൽ തന്നെ എ സി ഇട്ട് വെക്കണം. അപ്പോൾ പിന്നെ കറണ്ട് ബില്ലടക്കാൻ നമ്മളെ നാട്ടുകാരല്ലേ, അതിന് പിരിവ് വേറെ നടത്തേണ്ടി വരും. പിന്നെ എ സി ചിലയിടത്തൊക്കെ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എ സിൻ്റെ ഒരു സെറ്റപ്പിന് വേണ്ടി ജനവാതിലൊക്കെ പുതിയ മോഡലുകൾ ഉണ്ടാക്കുകയാണ്. എപ്പോഴൊന്നും ഓപ്പൺ ആക്കാൻ പറ്റാത്ത രൂപവും. അപ്പോൾ ഇപ്പോൾ ഒരു ലുഹറിൻ്റെ ഒക്കെ മുന്നേ വന്ന് ചിലപ്പം റമദാനൊക്കെ അല്ലേ അരിച്ചിട്ട് 10 മണിക്കൊക്കെ പള്ളിയിൽ വന്ന് ഇത്തിക്കാഫ് ഇരുന്ന് ഓതാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ, അവർക്ക് പള്ളിൻ്റെ ഉള്ളിൽ പെരും ചൂടായിരിക്കും. കാരണം മുമ്പത്തെ പോലെ ജനാല് തുറന്നിടാൻ പറ്റിയ സ്വാതന്ത്ര്യ വകുപ്പില്ല. ഇനി അങ്ങനെ വല്ലവരും വന്നിട്ട് എ സി ഓൺ ആക്കിയാലോ, എ സി ജമാഅത്തിൻ്റെ സമയത്ത് ഇടാൻ പറ്റുള്ളൂ എന്നാണ്. പഴയ കാലത്ത് ഫാൻ വന്നപ്പോൾ അങ്ങനെ ഉണ്ടായി, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോന്നോ? പല പള്ളിയിൽ ഫാനുകൾ ജമാഅത്ത് സമയത്ത് മാത്രം, കാരണം കറണ്ട് ബില്ല് പ്രശ്നം. ഇപ്പോൾ ജമാഅത്ത് സമയത്ത് മാത്രം എ സി. പക്ഷേ ഈ ജമാഅത്ത് സമയത്ത് മാത്രം എ സി ആയാൽ ബാക്കിയുള്ള സമയത്ത് ഈ പള്ളിയിൽ ഇരിക്കുന്ന മനുഷ്യൻ്റെ അവസ്ഥ എന്താണ്? അപ്പോൾ പല ബുദ്ധിമുട്ടും ഉണ്ട്. ഇതൊന്നും നമ്മുടെ നാട്ടിൽ അത്രത്തോളം ആവശ്യമില്ല, ഇത്ര കാലം പോകുന്നില്ലേ. ആ ഒരു പ്രകൃതിയും അതുതന്നെ അതിൻ്റെ ഉഷാറ്. പിന്നെ ഇപ്പം നിങ്ങൾ പറഞ്ഞ വിഷയം, അപ്പോൾ ചെറിയ പള്ളിയായാലും ജമാഅത്തിന് ആളുകളായാൽ പിന്നെ ഈ ബാക്കിലെ ഡോറ് അടക്കും, അത് ചാരി വെക്കും. പള്ളി കഴിഞ്ഞിട്ടുള്ള സ്ഥലം ചിലയിടത്ത് വീണ്ടും പള്ളിയായിരിക്കും. പള്ളിയാണെങ്കിൽ പ്രശ്നമല്ല. ചില സ്ഥലത്തുങ്ങൾ ഇപ്പോൾ പള്ളിയല്ല, ചില സ്ഥലത്തൊക്കെ ചെറിയ പള്ളി മുറ്റായിരിക്കും. മുറ്റത്തൊക്കെ കടപ്പൊക്കെ പതിച്ച് അവിടെ ആയിരിക്കും ബാക്കിയുള്ള ആളുകൾ. അങ്ങനത്തോടത്തും ചില ഈ ചെറുപ്പക്കാരൊക്കെ ബാക്കിൽ വരുന്ന ആൾക്കാർ ഇപ്പോൾ ഒരിഞ്ഞ് വേറെ ഒന്ന് തൊള്ളണ്ട, അവിടെ ഫുള്ളായല്ലോ. അപ്പം ഇങ്ങനെ തള്ളിയിട്ട് ഇങ്ങനെ എ സിൻ്റെ തണുപ്പ് കുറയണ്ട, അതൊരു ശല്യമാകണ്ട, ഇങ്ങനെ ഒച്ചയുണ്ടാവും. അപ്പോൾ ഞാൻ വേണ്ടാന്ന് വെച്ചാൽ കുറ്റിടും. നമ്മളെ ഷാഫി മദ്ഹബ് അനുസരിച്ചിട്ട് പള്ളിയും പള്ളിയല്ലാത്ത സ്ഥലമാണെങ്കിൽ അപ്പം ഇമാമിലേക്ക് ചെന്ന് ചേരുന്നതും കാഴ്ചയും രണ്ടും വേണം. ഫത്തുൽമീനിലൊക്കെ യംന മുറൂറൻ ഔ റുഇയത്തന്ന, മുറൂറൻ വ റുഇയത്തന്നല്ല. അപ്പോൾ രണ്ടാലൊന്നും മുടങ്ങിയാൽ തന്നെ പ്രശ്നമാണ്. അപ്പോൾ ഈ കുറ്റിട്ടുണ്ടെങ്കിൽ ഇത് ബന്ധായി. അപ്പം നമ്മളെ ഷാഫി മദ്ഹബ് അനുസരിച്ചിട്ടൊക്കെ ആ കുതുവത്ത് ഇത് ജുമാക്ക് വരെ സംഭവിക്കുന്നുണ്ട്. നമ്മളെ ഉസ്താദ് കാപ്പുസ്താദ് മുമ്പ് ഒരു സംഭവം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കോടങ്ങാട് കൊണ്ടുവിട്ടിട്ടൊരു പള്ളിയിൽ, പിന്നെ ഇപ്പം നമ്മൾ പള്ളിയിൽ മേലെ തട്ടിൽ കുതുവത്ത് സഹിയാകണമെങ്കിൽ ഇതൊരു ബന്ധമാണെന്നാണ്. ഈ ബന്ധത്തിന് കോണി വേണം. അപ്പോൾ ഏതോ ചെറുപ്പക്കാരന്ന് വെക്കണ കോണിയനി ഇവിടെ അവിടെ ഫുൾ ആൾക്കാർ മേപ്പെട്ട് കയറിയപ്പോൾ എന്ത് ചെയ്തു, കോണി എടുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ ജമാഅത്ത് നമ്മളെ മദ്ഹബ് അനുസരിച്ച്, അപ്പോൾ ആ അനുസരിച്ചിട്ട് ഇതൊക്കെ പ്രശ്നമാണ്. ഇതൊക്കെ ഇമാമിയങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഓരോന്ന് വന്നാൽ പോരല്ലോ. പിന്നെ ഇതൊന്നും ശ്രദ്ധിക്കാതെ ഞാൻ പറഞ്ഞല്ലോ, സൗദി മദ്ഹബൊക്കെ സ്വീകരിക്കുകയാണെങ്കിൽ പറ്റും. ഏത് അത് ഹറമിൻ്റെ ഒച്ചയിട്ടാൽ മതി, അങ്ങനെ തൽക്കാലം മുസല്ല വെച്ച് നിസ്കരിക്കണേ, അങ്ങനെ ഒന്നും പറഞ്ഞപ്പോൾ നിർത്തി. നമ്മളിപ്പോൾ ഇവിടെ കേരളത്തിൽ ഷാഫി മദ്ഹബ് നമ്മളെ ഇമാമിയങ്ങൾ പഠിപ്പിച്ചതനുസരിച്ച് വരുമ്പോൾ ഇതിലൊക്കെ പല പ്രശ്നമുണ്ട്. ചില സ്ഥലത്ത് പള്ളി അല്ലാത്ത സ്ഥലമാണ് പുറത്ത്, അപ്പം ഈ കുതുവത്തിന് ഇത് ബാധിക്കും, ശ്രദ്ധിക്കേണ്ടി തന്നെയാണ്. പഴയ കാലത്തൊക്കെ നമ്മളെ കുട്ടിക്കാലത്ത് തന്നെ റമദാൻ വന്ന എല്ലാവർക്കും ഭയങ്കര ആവേശം. തറാവീഹ് കഴിഞ്ഞാൽ പിന്നെ വീട്ടിലുള്ള ഉമ്മാരും എല്ലാവരും കൂടിയിട്ട് വയലിന് പോകും, പാതിരാ വയലുകൾ. ഒരു 10 മണിയാകുമ്പോൾ തന്നെ തുടങ്ങുന്ന ഒരു സിസ്റ്റമായിരുന്നു അന്ന്. എന്നിട്ട് നമ്മളാ ദൂരം തന്നെ കേൾക്കുക ഇത് ചൊല്ലണത്, ബുർദ ചൊല്ലണത്, മൗലായ സല്ലി ചൊല്ലണത് ഇങ്ങനെ കേട്ടിട്ട് ആവേശത്തിൽ ഇങ്ങനെ പോകുന്നൊരു ഓർമ്മ ഉണ്ട്. പഴയ കാലത്ത് നല്ല നല്ല വയലന്മാർ, ഇപ്പോൾ നമ്മളെ കോയസ്ഥാനെ പോലെയുള്ള, അതുപോലെ പടുത്ത് പിന്നെ വൈലിത്തറ, അതുപോലെയുള്ള പഴയ ഒരുപാട് അറിയപ്പെട്ട വാഴന്മാരുണ്ടായിരുന്നു. അന്നൊക്കെ ഒരു ആവേശമായിരുന്നു, എല്ലാവരും അതിന് പോവും, എല്ലാവരും കേൾക്കും, അതിനൊരു ഫലം ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ചുള്ള വല്ല ഓർമ്മകളും സ്ഥാനെ പങ്കാക്കാണ്ടോ? അത് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ നമ്മളെ കുട്ടിക്കാലത്ത് നമ്മളൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. വലിയൊരു സന്തോഷമാണ്. റമദാനാകുമ്പോൾ വയലു മജ്ലിസുകളും കൂടെ ഒരുമിച്ച് വരും. പിന്നെ അന്നത്തെ ആ വയലു മജ്ലിസിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അന്ന് വയലു പറയാൻ വരുന്ന ആളുകൾ മുത്തായിലീങ്ങളായ ആളുകളായി. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇപ്പോൾ നമ്മളെ ഇപ്പോൾ നാട്ടിലൊക്കെ
പലപ്പോഴും വന്ന പല ഉസ്താദന്മാരും നമുക്ക് കൂടുതൽ ചെറുപ്പക്കാരാണെങ്കിൽ നമുക്ക് പലതും ഓർമ്മയുണ്ട്. അന്ന് ആ പരിസരത്തൊക്കെ വഅദ് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ആളായിരുന്നു പിന്നെ നമ്മളെ നേരത്തെ പറഞ്ഞ MK കോയ മുസ്ലിയാർ പെരുമുഖം. വലിയ ഒരു ഉഷാറുള്ള ആളായിരുന്നു. പിന്നെ അതുപോലെ തന്നെ അബൂഷാക്കിറ കോയ മുസ്ലിയാർ എന്നിട്ട് വേറൊരു പണ്ഡിതണ്ടായിരുന്നു, നല്ല വഅദായിരുന്നു. കാരക്കാട് മാനു മുസ്ലിയാർ ഔലിയാക്കളിൽപ്പെട്ട ആളാണ്, ഉന്നതനായ വഅദുള്ള ആളായിരുന്നു. അതേപോലെ എടപ്പാൾ പിന്നെ മറവഞ്ചേരി മമ്മാലിക്കുട്ടി ഹാജി എന്നാറേ മഷൂറായ വഅദുള്ള ആളായിരുന്നു. അങ്ങനെയൊക്കെ. അതുപോലെ ഇന്നും ഇപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ നമുക്ക് ഓർമ്മയുണ്ട് ഈ മഞ്ചേരി ഭാഗത്തുള്ള ഒരു അബ്ദുള്ള മുസ്ലിയാർ. അബ്ദുൽ മുസ്ലിയാർ മരിച്ചല്ലോ, മേലാക്കം കാലത്തിനെ കുറിച്ചാണ്. അതല്ല, വേറെ ഇവർ ഈ അച്ഛനമ്പലം വേങ്ങര അച്ഛനമ്പലം പറഞ്ഞ അവിടെ ദർസ് നടത്തുന്ന കാലത്താണ് നമ്മളെ നാട്ടിലൊക്കെ വയല് വരുന്നത്. അപ്പോൾ അച്ഛനമ്പലം അബ്ദുള്ള മുസ്ലിയായിരുന്ന നല്ല വയല്. ആ വയല് ഔലിയാക്കളെ സീറകളൊക്കെ നിറഞ്ഞിരിക്കും. അന്നത്തെ വയലിൻ്റെ ഒക്കെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ മഷറ, ഖബർ, മസലകൾ ഒരു മുഅ്മിനായ മനുഷ്യന് തക്കുവക്ക് തരപ്പെട്ടതാണ്. ഇപ്പോൾ അവിടുന്ന് മാറിയിട്ടോ. ഇപ്പോൾ വിഷയം എന്താണ്? ഭൂമി വിരിൻ്റെതാണോ, ഖുർആൻ ശാസ്ത്രം, അന്താരാഷ്ട്രം ഇങ്ങനത്തെ ചർച്ചകൾ ഒരു വെറും അങ്ങനത്തേക്ക് നീങ്ങി. അതെ, അന്ന് ഔലിയാക്കളും കറാമത്തും ഇല്ലാത്ത ഉണ്ടാവില്ല. അപ്പോൾ ഈ അച്ഛനമ്പലം അബ്ദുള്ള മുസ്ലിയാരൊക്കെ വയല് പറഞ്ഞതൊക്കെ അതിൻ്റെ ചില വരികളൊക്കെ ഒന്നും നമ്മൾക്ക് ശരിക്കും പതിഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുക എന്താണ് ഈ വയലൊക്കെ. ഒരൊക്കെ മൂപ്പര് പറയുന്നുണ്ട് അവർ വയലിന് അവർ ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ ഇജാദത്ത് കൊടുത്തതാണ്. അപ്പോൾ അതൊരു വേറെ തന്നെയാണ്. നമ്മളെ ഏതൊരു കർമ്മം, നമ്മളെ മുഅ്മിനീങ്ങളെ ഏതൊരു കർമ്മം ഇപ്പോൾ ദർസ് നടത്തുകയാണെങ്കിലും വാങ്ങ് കൊടുക്കുകയാണെങ്കിലും ഹിഫ്ള് പഠിപ്പിക്കുകയാണെങ്കിലും ഇനി അതല്ല ഒരു കൃഷിപ്പണിക്ക് പോവുകയാണെങ്കിലും ഒരു മഹാൻ്റെ ഇജാദത്ത് അവരൊരു പൊരുത്തം അതിലൊരു മുഖ്യമാണ്. അപ്പോൾ ബഹുമാനപ്പെട്ടവരുടെ ആ ഒരു സംസാരത്തിൽ ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ സ്റ്റേജിലിരുത്തി നിങ്ങൾ വയല് പറയും എന്ന് പറഞ്ഞ് വയല് പറയിപ്പിച്ച ഒരാളാണ് മൂപ്പരൊന്നും ഉണ്ടെന്ന് എൻ്റെ ഓർമ്മ. മരണപ്പെട്ട വിവരം നമ്മൾ അറിഞ്ഞിട്ടില്ല. അപ്പോൾ നല്ല നസീഹത്ത്, നല്ല വയല്, അത്തരം ആളുകളായിരുന്നു. അവരാ വയലുകൾ തറാവീഹ് കഴിഞ്ഞിട്ടാണ് തുടങ്ങുക. തറാവീഹ് കഴിഞ്ഞാൽ എല്ലാവരും പേര് ഒരു കഞ്ഞി ഉണ്ടാവില്ലേ, ചീരാക്കഞ്ഞി. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇപ്പോൾ ചീരാക്കഞ്ഞി പോയി ഇപ്പോൾ മറ്റേ സോഡയാണ്, ഫുൾ ജാർ സോഡ എന്തൊക്കെയോ പേരാണ്. ആ പിന്നെ ജീവൻ പോകുന്നു എന്തൊക്കെയോ പേരിൽ അങ്ങനെ. മുമ്പ് അതല്ല, ചീരാക്കഞ്ഞി എന്ന് പറയുമ്പോൾ തന്നെ റമദാന് സ്പെഷ്യലാണ്. അതൊക്കെ റമദാനിൻ്റെ കാലത്തിനോടൊത്ത ഭക്ഷണ രീതികളാണത്. അതിലൊക്കെ വകുപ്പുകളുണ്ട്. ആ കഞ്ഞി കുടിച്ച് നമ്മളൊക്കെ നിൽക്കുമ്പോൾ ഞങ്ങൾ പറഞ്ഞ മാതിരി ബുർദ ചെല്ലണ സ്റ്റേജിൽ നിന്ന് എന്തോ ഒരു മധുരമുള്ള പഴമക്കാരെ ചെല്ലുക. ഓല് സ്റ്റേജിൽ കയറി ചെല്ലുക. അപ്പോൾ ഉസ്താദ് വരുന്നത് ആദരിക്കപ്പെടേണ്ട ഒരു ഉസ്താദ് വരിക. അങ്ങനത്തെ ഈ ഉസ്താദുമാരൊക്കെ വയലിന് ചിലപ്പോൾ 4 ദിവസം 5 ദിവസമൊക്കെ ഒരു മഹലിലുണ്ടാവും. അവരൊരു മഹലിലൊരു ദിവസത്തെ വയലിന് വന്നാൽ അവരെ 4 ദിവസം ആ പള്ളി കണ്ടാൽ മതി. അവർ ഖുർആന് പള്ളിക്ക് ഇരുന്ന് ഓതുണ്, സുന്നത്ത് നിസ്കരിക്കണ്. അവരുടെ ജീവിതത്തിൽ നിന്ന് തന്നെ ഒരുപാട് മനുഷ്യന്മാർക്ക് പകർത്താണ്ടാവും. അങ്ങനത്തെ ആലിമീങ്ങൾ അങ്ങനെ വന്ന് പിന്നെ നീണ്ട വയലാണല്ലോ, വയലൊരു 3 മണി വരെയൊക്കെ നീളും. ലാസ്റ്റ് ആ പാതിരിക്ക് നല്ലൊരു ദുആ. അങ്ങനത്തെ ഒരു മറക്കാൻ പറ്റാത്ത സംഭവമാണ്. അതിലിപ്പോൾ വേറെ കാര്യം ശ്രദ്ധിക്കണ്ടേ, അന്നൊക്കെ ലേലംവിളി ഉണ്ടാവുമല്ലോ. ഒരു 1.5 മണിക്കൂറൊക്കെ വിട്ടാൽ പിന്നെ നല്ല പിന്നെ ഒരു ഇടവേള കൊടുക്കും. ഈ ലേലംവിളിക്ക് നമ്മളതിൽ എന്താ ഒരു പിന്നെ പ്രത്യേക അടിസ്ഥാനം എന്തുകൊണ്ടോ? ലേലംവിളി അതായത് ഈ വയലൊരു 1.5 മണിക്കൂറൊക്കെ ആയാൽ ഒരു ഇടവേളയാണ്. അതിൻ്റെ അടുക്കാണ് ഈ ലേലംവിളി പോകാറുള്ളത്. ആൾക്കാർ സംഭാവന, കോഴിമുട്ടയും കോഴി പിന്നെ കുപ്പായ, ഷർട്ട്, ശീല അങ്ങനത്തൊന്നും കിട്ടാലല്ലോ ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും. ആൾക്കാർക്കൊന്നും ഇപ്പോൾ പറഞ്ഞാൽ അത്രത്തോളം പോകുന്നറിയില്ല. 1 മീറ്റർ പിന്നെ ഒരു ഇത്തിരി പോകുന്ന ശീല, അതുപോലെ തന്നെ പച്ചക്കറി വർഗ്ഗങ്ങളൊക്കെ കാര്യമായിട്ട് അന്ന് പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ഒരു തേങ്കുപ്പിയെ കരുത്തി പോകുന്നത്. അതാണ് ഇതൊക്കെ ഇങ്ങനെ വിളിക്കും. അത് ലേലം വിളി എന്നാണ് പറയപ്പെടുക. ചില ആളുകൾ പറയാം ലൈലിലുള്ള വിളിയാണ്, രാത്രിയിലുള്ള വിളി ആയതുകൊണ്ട് അങ്ങനെ പേര് വന്നതായിരിക്കും എന്ന് പറയും. പക്ഷെ അതിപ്പോൾ എല്ലാവരും അതേ സമയത്ത് ഒരു പക്ഷേ അത് ഒരു ബന്ധനുണ്ടാവും. ഇത് പഴയ കാലത്ത് പോകുന്ന ഒരു സ്വഹാബി റസൂലിന്റെ അടുത്ത് വന്ന് പൈസ ഇല്ല, തങ്ങളൊന്ന് എന്തെങ്കിലും തരണം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ വന്ന ആൾ പെങ്ങളൊക്കെ മാതിരി തന്നെ കാണാൻ നല്ലൊരു കുട്ടപ്പൻ, ഒരു ഉഷാറുള്ള ആളെ വന്ന് ചോദിക്കണേ. അപ്പോൾ റസൂൽ ഇയാളിങ്ങനെ നോക്കിയിട്ട് പറഞ്ഞ് എൻ്റെ പെരയിൽ വല്ല സാധനം കൊണ്ട് ചോദിച്ചു. അപ്പോൾ പെരയിൽ കൂടുതലൊന്നുമില്ല, ഒരു ചെറിയ ഡ്രസ്സ് ഉണ്ട്, പിന്നെ ചെറിയൊരു പാത്രം ഉണ്ട്, അത് രണ്ടും ഇങ്ങോട്ട് കൊണ്ടുപോകാം. ഇയാളത് രണ്ടും കൊണ്ടുവന്നു. ഇയാളെ രണ്ടും കൊണ്ടുവന്നപ്പോൾ റസൂൽ അതിങ്ങനെ ഉയർത്തി പിടിച്ചു. എന്നിട്ട് സഹാബാക്കൾ വരലുണ്ട്, ആരത് പൈസക്ക് വാങ്ങാമെന്ന് ചോദിച്ചു. അപ്പോൾ മൂല്യർ സ്റ്റേജിൽ നിന്ന് ഈ തേങ്കുപ്പി എടുക്കണ മാതിരി, ഈ ഷർട്ടും ശീലം എടുക്കണ മാതിരി ഇതാര് വാങ്ങും, ഒരു വില പറയാം. അപ്പം
ദിർഹം, ഒരു ദിർഹമിന് എടുക്കാം, ഉം. ഒരു ദിർഹം. അപ്പോൾ റസൂൽ ചോദിച്ചു ഞാനോ കൂട്ടി വിളിക്കാണ്ടോ? മൻ യസീദു അലാഹാദ, ആ, ഈ പറഞ്ഞതിൻ്റെ മേലിൽ ആരാ കൂട്ടി വിളിക്കാന്ന്. ഉം, അപ്പം അങ്ങനെ പറയുന്നത് വേറെ സ്വഹാബി പറഞ്ഞ് ഞാൻ 2 ദിർഹമിന് എടുക്കാറ്. ഉം. അപ്പം റസൂല 3 വട്ടമൊക്കെ ചോദിക്കുന്നുണ്ട്, 2 ദിർഹം ഞാൻ 2 ഒരട്ടം 2 വട്ടം എന്നൊക്കെ പറഞ്ഞ മാതിരി അങ്ങനെ റസൂല പറഞ്ഞുകൊണ്ടുണ്ട്. അങ്ങനെ പിന്നെ ആരും കേട്ടില്ല, പാവങ്ങളും അല്ലേ. അങ്ങനെ 2 ദിർഹമിനത് കൊടുത്തു. ആ പൈസ ഈ വന്ന ആൾക്ക് കൊടുത്തിട്ട് പറഞ്ഞു ഇതിന് പോയിട്ട് ഇതും അങ്ങാടിയിൽ നിന്നൊരു മഴു വാങ്ങി. മഴു വാങ്ങി റസൂൽ അതിനൊരു മരട്ട് കൊടുത്തിട്ട് പോയി വിറക് വെട്ട്, ഇങ്ങനെ നടക്കല്ലേ, നല്ല വിറക് വെട്ടി, എന്നിട്ട് ഞാൻ 2 ആഴ്ചക്ക് അന്നെ ഈ വൈക്ക് കാണരുത് പറഞ്ഞു. വിറക് വെട്ടുക, മാർക്കറ്റിൽ പോവുക, അത് വിൽക്കുക, എന്നിട്ട് ഇങ്ങോട്ട് പറഞ്ഞു. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അയാൾക്ക് പൈസയായി. അപ്പോൾ റസൂൽ ആ പൈസ കൊണ്ട് പറഞ്ഞു ഇവിടെ കൊണ്ടുവന്നപ്പോൾ ഒരു പാത്രം വിറ്റില്ലേ, ഒരു വസ്ത്രം വിറ്റില്ലേ, മാർക്കറ്റിൽ പോയിട്ട് വാങ്ങി, എന്നാലും പൈസ ബാക്കിയാ, ഇനി മേലാൽ ഇങ്ങനെ നടക്കരുത്. ഈ രൂപത്തിൽ അത്യാവശ്യം തടിയും തണ്ടൊക്കെ ഉണ്ടല്ലോ, ആരോഗ്യം ഉണ്ടല്ലോ, ആരോഗ്യം ഇതൊക്കെ ഉണ്ടായിട്ട് ഇങ്ങനെ ചോദിച്ച് നടക്കരുത്, ഇങ്ങനെ ജീവിക്കണം. അപ്പോൾ അവിടെ മൻ യസീദു അലാഹദ, അലാഹദ ആദ്യം പറഞ്ഞ ആളേക്കാൾ മിന്നും കൂട്ടി വിളിച്ച. അപ്പോൾ ഒരു ലാലവിളി, ഒരു അലവിളി, ഒരു അലവിളി എന്നുള്ള ചിലപ്പം ലേലം വിളി എന്നുള്ളതൊക്കെ ചിലപ്പോൾ അങ്ങനെ വന്നേക്കാം. എന്തായാലും അതിനൊരു അടിസ്ഥാനമുണ്ട്. ഈ പറഞ്ഞ സംഭവത്തിൽ തന്നെ ഇപ്പം ഈ റമദാനൊക്കെ ആയാലേ ഓരോരുത്തരെ എല്ലാ ആരോഗ്യം കാര്യങ്ങളും ഒക്കെ ഉണ്ടായാലും റമദാൻ ഒരു യാചനക്കുള്ള മാസമായി മാറ്റുന്നവർക്കുള്ള ഒരു മുന്നറിയിപ്പും കൂടി ഈ പറഞ്ഞ സംഗതി തന്നെ. അതെ അതെ അതെ, ഇങ്ങനത്തൊന്നും ചെയ്യരുത് എന്നുള്ള. ഇതൊക്കെ റമദാൻ അതിൻ്റെ ഒരു വകുപ്പല്ലല്ലോ, പ്രത്യേകിച്ച് നമ്മൾ വേറെ ഇതിനായിട്ട് ഒഴിഞ്ഞിരുന്ന് നീങ്ങേണ്ട ഒരു സമയങ്ങളാണ്. ഓക്കെ.